അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പാനിഷ് ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ സ്പാനിഷ് ഓംലേറ്റിൽ കുറച്ച് ചീസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ചീസൊന്നും ഇടാറില്ല സ്പാനിഷ് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, എന്നാലേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഫ്രൈ ആക്കിയ പൊട്ടാറ്റോ എല്ലാം ഞാനിതാ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ ഉള്ളി. അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരെണ്ണം മതിയാവും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ടയിലേക്കാണ് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ അതുപോലെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിതും എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ ഉള്ളിയും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ടയുടെ അളവിലാണ് നമ്മളിതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അത് നോക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ മുട്ടയൊക്കെ നന്നായിട്ട് കലക്കിയെടുക്കുക. ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടെ ചേർത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച് മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. ചീസ് ചേർക്കുക എന്നുണ്ടെങ്കിൽ ആദ്യം പകുതി ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡിലും ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് തിരിച്ചിട്ട ശേഷം ഒരു 2 മിനിറ്റ് സ്പീഡ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിലുള്ള ചീസൊക്കെ മെൽറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചീസി ആയിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.